ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പത്തിരിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത് അരിപ്പൊടി വാട്ടിയെടുത്തിട്ടാണല്ലേ. അരിപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ റവ വെച്ചിട്ടും പത്തിരി ഉണ്ടാക്കാറുണ്ട്. റവ വെച്ച് ചെയ്യുന്ന പത്തിരിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയോ റവയോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പൊടി വാട്ടാനോ കുഴക്കാനോ പരത്താനോ ഒന്നും നിൽക്കാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പൊടി വാട്ടിയെടുത്ത് ഉണ്ടാക്കുന്ന പത്തിരിയേക്കാൾ സോഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓവർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ്. നമുക്ക് എങ്ങനെയാണ് ഈ പത്തിരി ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് റേഷൻ അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 8 മണിക്കൂർ മുമ്പ് അരി കുതിർക്കാനിടണം കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കാനാണ് പത്തിരി ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ അരി വെള്ളത്തിലിടുക. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. ഇനി ഈ അരി നല്ല പോലെ ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ ഞാനിവിടെ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ അരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർന്ന് വന്നതിന് ശേഷം നല്ല പോലെ കഴുകി ഒരു 5-6 തവണ നല്ല പോലെ കഴുകി എടുക്കുക കേട്ടോ. കണ്ടോ, അരിപ്പം നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ അരി കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇത് പുഴുങ്ങലരി എന്താ കുതിർന്ന ഇതുപോലെ വൈറ്റ് കളറിൽ ഉണ്ടാവുന്നത്. നിങ്ങൾ കുതിർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ റേഷൻ അരി വെച്ചിട്ടൊരു പുട്ടിൻ്റെ വീഡിയോ മുൻപ് ചെയ്തപ്പോൾ ഇതുപോലെ കുതിർന്ന അരി കണ്ടിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പച്ചരി കുതിർന്നതാണല്ലോ, നിങ്ങൾ നുണ പറയുകയാണെന്നൊക്കെ. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 10 മിനിറ്റ് വെള്ളം ഊറ്റി വെക്കാം കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഊറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം എത്രയായാലും കുഴപ്പമില്ല, നമുക്കത് കുറുക്കി വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഈ അരി അരച്ചെടുക്കുന്നത് കേട്ടോ. നല്ല മയത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. റേഷൻ അരി ആയതുകൊണ്ട് നല്ല പോലെ കുതിർന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചോറ് വെക്കുന്ന വേറെ അരിയൊക്കെ എടുക്കാം, പക്ഷെ അതാകുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അരക്കാൻ. റേഷൻ അരി ആണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പം നല്ല മയത്തിൽ അരച്ചെടുത്തിട്ട് ഇതൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ നമുക്ക് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി നിങ്ങൾ പത്തിരിക്ക് ഏത് പാത്രത്തിലാണോ പൊടി വാട്ടിയെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. നല്ല ചൂടിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും, കട്ട പിടിക്കുന്ന പോലെ. ആ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവ് കുറുക്കിയെടുക്കാൻ 5 മിനിറ്റാണ് കേട്ടോ എടുത്തത്. കണ്ടോ, ഈ ഒരു സമയത്ത് നമുക്ക് തീ കുറച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ടേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും നോൺ സ്റ്റിക്കിൻ്റെ പാനല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ട് ഇതുപോലെ ആയി വരും കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാം. അതിലുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ട് പോകണം. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനാണ് ഞാൻ എടുക്കുന്നത്. ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് ശരിയായി കിട്ടുമോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 1-2 തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാകം മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ആ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് ചൂട് പോയപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നേരിട്ട് അങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പത്തിരി പ്രസ്സിൽ ഒരു കവർ വെച്ചിട്ടൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിൽ ഓരോ ഉരുള വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പൊടിയിലൊന്ന് 2 സൈഡും മുക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരി വെച്ചിട്ടുണ്ടാക്കിയ പത്തിരി ആയതുകൊണ്ട് തന്നെ ഇതിന് പകരം മൈദയോ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കാം. ഒട്ടിപ്പിടിക്കാതെ ഓരോ പത്തിരിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം, പ്രസ് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് നന്നായിട്ട് പരന്ന് കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ പൊടിയിൽ മുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് വെച്ചിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുഴൽ വെച്ചിട്ടും പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ പരത്താതെ ഉണ്ടാക്കാന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു പത്തിരി പ്രത്യേകിച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല സോഫ്റ്റാണ് കേട്ടോ, ഓവർ സോഫ്റ്റാണ്. ഈ ഒരു പത്തിരി കാസർഗോഡ് ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണ്. ഞങ്ങൾക്ക് ഈ മലപ്പുറംകാർക്കൊക്കെ ചിലപ്പോൾ പുതിയ അറിവായിരിക്കും. കാസർഗോഡൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണിത്. അപ്പോൾ അവരിതിൽ സോഫ്റ്റ്നെസ് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടെ ആഡ് ചെയ്യലുണ്ടെന്ന് കേട്ടോ ഞാൻ കേട്ടത്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. ഇത് നല്ല പോലെ പൊങ്ങി വരുന്നൊരു പത്തിരി തന്നെയാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എന്താണെന്നറിയില്ല, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതുപോലെയൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ്. നമ്മൾ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റാണ്. ഇനി നിങ്ങൾക്ക് സോഫ്റ്റ്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ആ ഒരു അരി അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് ബലത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്കറിയാം പുഴുങ്ങലരി വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പത്തിരിക്ക്. സാധാരണ പച്ചരി വെച്ച് ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് കൂടുതൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ പുഴുങ്ങലരി വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പെർഫെക്റ്റ് റെസിപ്പിയാണ്, ഒരിക്കലും നിങ്ങളത് ഫെയിലാവില്ല ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഓരോ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു പത്തിരിക്ക് നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന പത്തിരിയുടെ അത്ര കളർ ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് കളറ് കുറവായിരിക്കും. ആ പുഴുങ്ങലരിയുടെ ഒക്കെ കുറച്ചൊക്കെ ആ ഒരു കളറായിരിക്കും. കളറിലൊന്നും കാര്യമില്ലല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ പത്തിരിനെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഒരുപാട് പണിയെടുക്കണം എന്ന് വിചാരിച്ച് മടിച്ചിരിക്കുന്നവർക്കും വളരെ സിമ്പിളായിട്ട് ഇനി പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്